അപ്പോൾ ലെഗിലേക്ക് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് IK ഹാൻഡിലേക്ക് ഓപ്പൺ ചെയ്യുക. IK ഹാൻഡിലേക്ക് ഒരു ഫുഡ് കൺട്രോൾ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു കർവ് വെച്ചിട്ട് കൺട്രോൾ ക്രിയേറ്റ് ചെയ്യുക. ആ കൺട്രോളിലേക്ക് എന്ത് വേണം? ഒരു 6 ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്യണം. ഹീൽ റോളിങ്, ബോൾ ടാപ്പിംഗ്, ടോ റോളിങ്, ഹീൽ ട്വിസ്റ്റ്, ബോൾ ട്വിസ്റ്റ്, ടോ ട്വിസ്റ്റ്. ഇതിനൊക്കെ ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ -5ഉം +5ഉം. മിനിമം വാല്യൂ -5, മാക്സിമം വാല്യൂ +5 എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിരിക്കണം. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെക്കാം. ഇതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോൾ ബോൾ ടാപ്പിംഗ് എന്നുള്ള രീതിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ബോൾ ടാപ്പിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ റൈറ്റ് സൈഡാണ്, റൈറ്റ് സൈഡിൻ്റെ കൺട്രോൾസാണ് വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് കൺട്രോളിലേക്ക് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ബോൾ IK ഹാൻഡിൽ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആംഗിൾ ടു ബോളിലേക്ക് വരുന്ന ഈ ഹാൻഡിലും ഈ ബോളിൽ നിന്ന് ടോയിലേക്ക് പോകുന്ന ഈ ഹാൻഡിൽ, 2 ഹാൻഡിൽസ് ആദ്യം സെലക്ട് ചെയ്യണം. റൈറ്റ് ആംഗിൾ ബോൾ IK ഹാൻഡിലും ദെൻ ബോൾ ടു ടോ IK ഹാൻഡിൽ രണ്ടും കൂടി സെലക്ട് ചെയ്യുക. Ctrl G അടിക്കുക, ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ഗ്രൂപ്പിൽ ഇതിൻ്റെ പീവേഡ് പോയിന്റിനെ ആദ്യം തന്നെ എന്ത് ചെയ്യുക? D നിൽക്കിയിട്ട് V നിൽക്കി സ്നാപ്പ് ചെയ്തിട്ട് ബോൾ ജോയിൻറ്റിലേക്ക് കണക്ട് ചെയ്യുക. ഈ ഗ്രൂപ്പിൻ്റെ പേര് റൈറ്റ് ലെഗ് ബോൾ ടാപ്പിംഗ്. പേര് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിനെന്ത് ചെയ്യുക? നേരെ സെഡ്രിവൻ കീയിലേക്ക് ആഡ് ചെയ്യണം. ബോൾ ടാപ്പിംഗ് കഴിഞ്ഞാൽ നേരെ സെഡ്രിവൻ കീ എടുക്കുക. ഡ്രൈവർ ആക്കിയിട്ട് കൺട്രോളറും ഡ്രിവൺ ആക്കിയിട്ട് ഈ ഗ്രൂപ്പിനെയും എടുക്കുക. ആദ്യം തന്നെ ഡ്രൈവറിൽ ബോൾ ടാപ്പ് എടുക്കുക, ഡ്രിവണിൽ റൊട്ടേറ്റ് X എടുക്കുക, ഇനീഷ്യൽ കീ കൊടുക്കുക. സെലക്ട് ചെയ്യുക, ബോൾ ടാപ്പ് എടുക്കുക. ബോൾ ടാപ്പ് -5 ആക്കുക. -5ൽ ഇതിൻ്റെ റൊട്ടേഷൻ ഏകദേശം ഒന്ന് മുകളിലോട്ട് തന്നെ കൊടുക്കുക. ഞാനൊരു -25 കൊടുത്തിട്ടുണ്ട്. -5ൽ ഞാൻ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നു. നേരെ താഴോട്ടാക്കി കീ കൊടുത്ത് ഇവിടെ സെലക്ട് ചെയ്തു. പ്ലസ് വാല്യൂയിലേക്ക് ഇട്ട് പ്ലസ് വാല്യൂവിൽ ഇതിനെ -25 എന്നുള്ള രീതിയിൽ കൊടുത്തു. അപ്പം ബോൾ ടാപ്പിങ്ങിൻ്റെ വാല്യൂ ഇതിലേക്ക് സെഡ്രിവൻ കീയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇതാണ് ടാപ്പിങ്ങിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ മെയിൻ IK ഹാൻഡിൽ ഉണ്ടല്ലോ, തൈന്ന് ആംഗിളിലേക്ക് വരുന്ന IK ഹാൻഡിൽ സെലക്ട് ചെയ്യുക. തൈന്ന് ഇതിലേക്ക് വരുന്ന IK ഹാൻഡിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത് വന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇതിന് രണ്ടിനും കൂടി എന്ത് ചെയ്യുക? Ctrl G അടിക്കുക. Ctrl G അടിച്ചിട്ട് പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിന് ടോ റോളിംഗ് ആണ് ഗ്രൂപ്പ്. അപ്പോൾ ടോ റോളിങ്ങിലേക്ക് വരുന്നതുകൊണ്ട് എന്ത് ചെയ്യാം? D നിൽക്കിയിട്ട് V നിൽക്കി സ്നാപ്പ് ചെയ്തിട്ട് ടോയിലേക്ക് കൊടുക്കുക, ടോ ജോയിൻറ്റിലേക്ക് കൊടുക്കുക. ഇതിൻ്റെ പേര് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ R ലെഗ് _ ടോ റോളിംഗ് എന്നുള്ള രീതിയിലേക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ ഇതിനെ സെഡ്രിവൻ കീയിലേക്ക് ആഡ് ചെയ്യുക. ഡ്രൈവർ ആക്കിയിട്ട് കൺട്രോളർ തന്നെ ഡ്രിവൺ ആക്കിയിട്ട് ഇത് സെറ്റ് ചെയ്യുക. സ്റ്റാർട്ടിങ് ടോ റോൾ എടുക്കുക, ഡ്രിവണിൽ റൊട്ടേറ്റ് X എടുക്കുക, ഇനീഷ്യൽ കീ കൊടുക്കുക. ദെൻ ഇത് സെലക്ട് ചെയ്യുന്നു, -5 ആക്കുക. ടോ റോളിങ് -5 ആക്കുക. ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇതിൻ്റെ വാല്യൂ കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്യാം. ഒരു 35 വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 30 ഓവർ വേണ്ടെങ്കിൽ 30ലേക്ക് കൊടുക്കുക, കീ കൊടുക്കുക. ഇത് സെലക്ട് ചെയ്യുക. +5ലേക്ക് പോവുക. +5ലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താക്കുക? ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുറച്ചൊന്ന് പുഷ് ചെയ്യുക. ഞാൻ ഓവർ കൊടുക്കുന്നതിലൊരു 10 കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യുക? കീ കൊടുക്കുക. ജസ്റ്റ് ബാക്കോട്ടുള്ളൊരു പുഷ് എന്നുള്ള രീതിയിൽ ടോപ്പ് പുഷിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കീ കൊടുത്തിടുക. ദെൻ 2 കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. ടോ റോളിങ്ങും അതേപോലെ ബോൾ ടാപ്പും കംപ്ലീറ്റ് ആയി. അടുത്തതാണ് ഹീൽ ട്വിസ്റ്റ്. ചെയ്യാൻ വേണ്ടിയിട്ട്
ഈ ഗ്രൂപ്പ് റൈറ്റ് ലെഗ് ടോ റോളിംഗ് എന്നുള്ള ഈ ഗ്രൂപ്പ് ആൾക്കാർ ഈ പേര് ഞാൻ കോപ്പി എടുത്ത് വെക്കുന്നുണ്ട് അടുത്തതിന് എന്താ പറയുക പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, കൺട്രോൾ ജി അടിക്കുക, ഈ ഗ്രൂപ്പിനെ തന്നെ വീണ്ടും ഗ്രൂപ്പ് ചെയ്യാം. ദെൻ അതിൻ്റെ പേര് കൺട്രോൾ വി അടിച്ചിട്ടിട്ട് ഇതിനെ ഹീൽ ട്വിസ്റ്റിംഗ് എന്ന് കൊടുക്കുക. ഇതിൻ്റെ പീവേഡ് പോയിൻറ്റിനെ പ്ലേസ് ചെയ്യേണ്ടത് കൺട്രോൾ 2 അടിക്കുക, ഡി നെക്കിയിട്ട് വി നെക്കിയിട്ട്. അപ്പം ഹീൽ ട്വിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഹീൽ ട്വിസ്റ്റിന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക, ഹീൽ ട്വിസ്റ്റിൻ്റെ പീവേഡ് പോയിൻറ്റിനെ ഡി നെക്കിയിട്ട് സ്നാപ്പ് ചെയ്തിട്ട് നമ്മളെ ക്യാരക്ടറിന് ക്രിയേറ്റ് ചെയ്തിട്ട് ക്യാരക്ടറിന് ഷൂ ഉണ്ടെങ്കിൽ ഷൂവിൻ്റെ ഏറ്റവും ബാക്കിൽ, അതല്ലെങ്കിൽ ലെഗ് ആണെങ്കിൽ ലെഗിൻ്റെ ഏറ്റവും ബാക്കിൽ, മെഷിൻ്റെ ഏറ്റവും ബാക്കിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ഏറ്റവും ബാക്കിലേക്ക് ആക്കിയിട്ട് പ്ലേസ് ചെയ്യുക, ഡി ക്ലോസ് ചെയ്തിട്ട് ഇടുക. ദെൻ ആൾട്ട് 2 അടിച്ചിട്ട് മെഷിനെ ഹൈഡ് ചെയ്യുക. സെഡർ വെങ്കി എടുക്കുക, സെഡർ വെങ്കിയിലേക്ക് ഇതിനെ ഡ്രൈവർ ആക്കിയിട്ട് എടുക്കുക. ഇതിനെ ഈ ഗ്രൂപ്പിനെ, അതായത് റൈറ്റ് ഗ്രൂപ്പിനെ ഡ്രിവൺ ആക്കിയിട്ട് എടുക്കുക. സെലക്ട് ചെയ്യുക, ഹീൽ ട്വിസ്റ്റ് സെലക്ട് ചെയ്യുന്നു, റൊട്ടേറ്റ് വൈ എടുക്കുക. റൊട്ടേറ്റ് വൈയിലാണ് ഇതിൻ്റെ മൂമെൻറ്റ്സ് വരിക. ഇനീഷ്യൽ കീ കൊടുക്കുക, സെലക്ട് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു, -5 ഇടുന്നു. -5 ഇടുമ്പം ലെഗിനെ ഞാൻ ഓപ്പോസിറ്റ് ഏകദേശം ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്. ഞാനൊരു -20 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് കീ കൊടുത്ത് ഇത് സെലക്ട് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു. +5 ഇടുമ്പം ഇതിൻ്റെ വാല്യൂവിനെ ഞാൻ 20 കൊടുക്കുന്നു, കീ കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഈ ടെസ്റ്റിങ്ങിൻ്റെ വാല്യൂ ഞാൻ 0 ആക്കി വെക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൻ്റെ പേര് ഞാൻ കോപ്പി എടുത്ത് വെക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുള്ളതെന്ന് പറഞ്ഞാൽ ബോൾ ട്വിസ്റ്റിംഗ് ആണ്. ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, വീണ്ടും ഗ്രൂപ്പ് ചെയ്യുക. അതിന് പേര് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ബോൾ ട്വിസ്റ്റിംഗ് കൊടുക്കുക. ബോൾ ട്വിസ്റ്റിംഗ് വരുമ്പോൾ ബോളിൻ്റെ പിവറ്റ് പോയിൻ്റ് എന്താക്കുക, ഡി നെക്കിയിട്ട് വി നെക്കി സ്നാപ്പ് ചെയ്തിട്ട് ബോൾ ജോയിൻറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ക്ലോസ് ചെയ്യുക. ദെൻ ബോൾ ജോയിൻറ്റിലേക്ക് കൊടുത്തു. ദെൻ സെഡർ വെങ്കി എടുക്കുക, ഡ്രൈവർ ഈ ഗ്രൂപ്പിനെ ഡ്രിവൺ ആക്കുക. സെലക്ട് ചെയ്യുക, ബോൾ ട്വിസ്റ്റ് സെലക്ട് ചെയ്യുന്നു, റൊട്ടേറ്റ് വൈ എടുക്കുന്നു, ഇനീഷ്യൽ കീ കൊടുക്കുന്നു. സെലക്ട് ചെയ്യുന്നു, ബോൾ ട്വിസ്റ്റിംഗ് ഗ്രൂപ്പ് -5 ഒരു -20 റൊട്ടേറ്റ് ചെയ്യുക, കീ കൊടുക്കുക, സെലക്ട് ചെയ്യുക, +5 ഇടുക. +20 കീ. ഓക്കെ, ഇനി ഈ സെഗ്മെൻറ്റിലെ ട്വിസ്റ്റിംഗ് ഗ്രൂപ്പിലെ ലാസ്റ്റായിട്ട് വരുന്നത് പറഞ്ഞാൽ ഈ സെലക്ട് ചെയ്യുക, ഇതിനെ വീണ്ടും ഗ്രൂപ്പ് ചെയ്യുക, കൺട്രോൾ ജി അടിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ആ ഗ്രൂപ്പിന് പേരിടേണ്ടതെന്ന് പറഞ്ഞാൽ ടോ ട്വിസ്റ്റിംഗ് ഗ്രൂപ്പ് ചെയ്യുക. ഡി നെക്കിയിട്ട് പീവേഡ് പോയിൻ്റ് എന്ത് ചെയ്യുക, സ്നാപ്പ് ചെയ്തിട്ട് ടോ ജോയിൻറ്റിലേക്ക് ഇടുക. ഓക്കെ, ദെൻ ഡി നെക്കി സെഡർ വെങ്കി ആക്റ്റീവ് ചെയ്യുക. സെഡർ വെങ്കിയിലേക്ക് ഇതിനെ ഡ്രൈവർ ആക്കിയിട്ടും ഇതിനെ ഡ്രിവൺ ആക്കിയിട്ടും ഇടുക. ഇത് സെലക്ട് ചെയ്യുക, ടോ ട്വിസ്റ്റ്, ഇതിനെ സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് വൈ, ഇനീഷ്യൽ കീ കൊടുക്കുക. ഇത് സെലക്ട് ചെയ്യുന്നു, റൊട്ടേറ്റ് -5, ഇത് സെലക്ട് ചെയ്യുന്നു, റൊട്ടേറ്റ് വൈ എടുക്കുന്നു, മൈനസ് വാല്യൂയിലേക്ക് -20 കൊടുക്കുന്നു, കീ കൊടുക്കുന്നു. ഇത് സെലക്ട് ചെയ്യുന്നു, +5 ഇടുന്നു, ഇവിടെ 20 കൊടുക്കുന്നു, കീ കൊടുക്കുന്നു. ഓക്കെ, കീ കൊടുത്തിട്ട് എൻഡ് ചെയ്യുന്നു. ദെൻ ഇപ്പോൾ
ടോ ട്വിസ്റ്റ് അടക്കം കംപ്ലീറ്റ് ചെയ്ത്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഫൈനലായിട്ട് ഹീൽ റോളിങ് ചെയ്യണം. ഹീൽ റോളിങ് ചെയ്യണമെങ്കിൽ ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് ഇനി അടുത്ത് ചെയ്യാനുള്ള ഹീൽ റോളിങ് ചെയ്യണമെങ്കിൽ ആംഗിളിൻ്റെ ഐക്യ ഹാൻഡിലും അതേപോലെ ബോൾ ഐക്യ ഹാൻഡിലും സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ ജി അടിച്ചിട്ട് ഗ്രൂപ്പ് ആക്കാം. ദെൻ അതിൻ്റെ പീവേഡ് പോയിൻറ്റിനെ ഡി നീക്കിയിട്ട് സ്നാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബോൾ ജോയിൻറ്റിലേക്ക് ഇടുക. അതിൻ്റെ പേര് കൊടുക്കേണ്ടത് ഫ്രണ്ട് റോൾ, റൈറ്റ് ലെഗ് ഫ്രണ്ട് റോൾ എന്നുള്ള രീതിയിൽ പേര് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടോ റോളിങ്, അതായത് ടോ ട്വിസ്റ്റിംഗ് ഗ്രൂപ്പ് എടുക്കുക. ലാസ്റ്റ് വൺ, അതായത് ഏറ്റവും അവസാനം ഗ്രൂപ്പ് ചെയ്ത് അതിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും കൺട്രോൾ ജി അടിക്കുക. കൺട്രോൾ ജി അടിച്ചിട്ട് അതിൻ്റെ പേര് കൊടുക്കേണ്ടത് ഫ്രണ്ട് റോൾ എന്നുള്ളത് ബാക്ക് റോൾ ആക്കുക. ബാക്ക് റോളിംഗ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. Alt 2 അടിച്ചിട്ട് മെഷിനെ എനേബിൾ ചെയ്യുക. ഡി നെക്കിയിട്ട് പീവേഡ് പോയിൻറ്റിനെ സ്നാപ്പ് ടു ബാക്ക്, ഫൂട്ടിൻ്റെ ഏറ്റവും ബാക്കിലേക്ക് പ്ലേസ് ചെയ്യുക. ദെൻ ഇതിനെ വീണ്ടും ഹൈഡ് ചെയ്യുക. Alt 2 അടിച്ചിട്ട് ഹൈഡ് ചെയ്യുക. രണ്ട് ഉണ്ടാവും, ഫ്രണ്ട് റോളും ഉണ്ടാവും ബാക്ക് റോളും ഉണ്ടാവും. ഇത് രണ്ടിനെയും സെറ്റ് ഡ്രിവൺ കീയിലേക്ക് ആഡ് ചെയ്യണം. ഡ്രൈവർ ആക്കിയിട്ട് ഇത് തന്നെ ഡ്രിവൺ ആക്കിയിട്ട് ആഡ് ചെയ്യേണ്ടത് ഫ്രണ്ട് റോളും അതേപോലെ തന്നെ ബാക്ക് റോളിനെയും ഡ്രിവണിലേക്ക് ആഡ് ചെയ്തിട്ടിടാം. ഡ്രൈവറിൽ ഹീൽ റോളിങ്, ഇവിടെ റൊട്ടേറ്റ് എക്സ് എടുക്കുക. റൊട്ടേറ്റ് എക്സിലേക്കാണ് മൂവ്മെൻറ്റ്സ് വരേണ്ടത്. ദെൻ അതേപോലെ തന്നെ ഇവിടെയും റൊട്ടേറ്റ് എക്സ് തന്നെയാണ് എടുക്കുന്നത്. രണ്ടിലും റൊട്ടേറ്റ് എക്സ് തന്നെയാണ് വർക്ക് ചെയ്യാനുള്ളത്. ഇവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ടോട്ടലി 3 വാല്യൂ ഉണ്ടാവും. -5 ദെൻ +5, -5 0 +5. ഒന്നിലേക്ക് 0യും -5ഉം കൊടുക്കും, അടുത്തതിലേക്ക് 0യും +5ഉം കൊടുക്കും. ദെൻ സ്റ്റാർട്ടിങ് കൊടുക്കുന്ന പറഞ്ഞാൽ ഇത് സെലക്ട് ചെയ്തു, ഹീൽ റോളിങ് എടുത്തു. ഇനീഷ്യൽ കീ എന്ത് ചെയ്യും, രണ്ടിനും ആദ്യം 0 വെച്ചിട്ട് കൊടുക്കും. രണ്ടിനും ഇനീഷ്യൽ കീ 0 വെച്ചിട്ട് കൊടുത്തു. സെലക്ട് ചെയ്തു -5, ഹീൽ റോളിങ്ങിൽ -5 ഞാൻ എന്താക്കി, നേരെ ഫ്രണ്ട് റോളിങ്ങിലേക്കുള്ളതിലേക്ക് കൊടുത്ത്. -5 ഞാൻ കൊടുക്കുന്നത് ഫ്രണ്ട് റോളിങ്ങിലേക്ക് കൊടുത്ത് ഒരു 40 കൊടുത്തിട്ട് കീ കൊടുത്ത്. അടുത്തത് -5 എന്നത് +5ലേക്കുള്ളത് ബാക്ക് റോളിന് കൊടുത്ത് അതൊരു -20 കൊടുത്തിട്ട് കീ ഇട്ട്. ഓക്കെ, ദെൻ ഇനി ചെയ്യേണ്ടത് സെറ്റ് ഡ്രൈവിംഗ് കീ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം വർക്കിംഗ് ആണോ എന്നുള്ളതൊന്ന് നോക്കുക. ഓക്കെ, ഹീൽ റോളിംഗ് ഓക്കെ, ബോൾ ടാപ്പിംഗ് ഓക്കെ, ടോ റോളിംഗ് ഓക്കെ, ഹീൽ ട്വിസ്റ്റിംഗ് ഓക്കെ, ബോൾ ട്വിസ്റ്റിംഗ് ഓക്കെ, ടോ ട്വിസ്റ്റിങ്ങും ഓക്കെ. ദെൻ ഇതിനെ ഈ ലാസ്റ്റ് ഗ്രൂപ്പിനെ വീണ്ടും ഒരു ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ലാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിനെ വീണ്ടും ഒരു ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുക. സെലക്ട് ചെയ്യുക, കൺട്രോൾ ജി അടിക്കുക. ഗ്രൂപ്പിൻ്റെ പേര് റൈറ്റ് ലെഗ് ഐക്ക് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. അതിൻ്റെ പീവേഡ് പോയിൻറ്റിനെ ആംഗിളിലേക്ക് കൊടുക്കുക. പീവേഡ് പോയിൻറ്റിനെ ഡി നെക്കിയിട്ട് വി നെക്കി സ്നാപ്പ് ചെയ്തിട്ട് ആംഗിളിലേക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൺട്രോൾ സെലക്ട് ചെയ്യുക. നമ്മളെ കൺട്രോൾ സെലക്ട് ചെയ്യുക, ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, കൺസ്ട്രെയിനിൽ പാരൻ കൺസ്ട്രെയിൻ കൊടുക്കുക. ദെൻ ഇത് ഇനി മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒപ്പരം ലെഗ് മൂവായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് ഐക്കയിൽ ലെഗിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കൺട്രോൾസ്. ഇതേ സെയിം കൺട്രോൾ എന്ത് ചെയ്യണം, അടുത്ത ലെഗിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. ഇതേ മെത്തേഡ് തന്നെ വാല്യൂസ് ഏകദേശം സെയിം ആയിട്ട് തന്നെ നെക്സ്റ്റ് ലെഗിലേക്കും കൊടുക്കാൻ നോക്കുക. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, സെയിം വേരിയേഷൻ തന്നെ, അതായത് 2 ഗ്രൂപ്പായിട്ട് വരും. ഓരോ ഗ്രൂപ്പിനുള്ളിലും ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ആയിട്ട് വരും. ദെൻ ഇതിലൊരു ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പോൾ വെക്ടർ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊക്കി നോക്കിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ അത് ഡിസേബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക. ഒരു മാറ്റം ഇല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഐക്കയിൽ ലെഗിൻ്റെ കൺട്രോൾസ് ആയിട്ട്